അനിൽ ആന്റണിക്കെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങൾക്ക് പിന്നിൽ എന്ന് അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. എനിക്കെന്തായാലും ഈ ഗൂഢാലോചനയെ അറിയില്ല, ഈ ആരോപണം ഉന്നയിച്ച ആളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ജീവിതത്തിൽ ഇന്ന് പറയാൻ അദ്ദേഹത്തെ അറിയേയില്ല, സംസാരിച്ചിട്ടുമില്ല. പിന്നെ ഓരോ വിവാദങ്ങളിൽ പെടുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ആരുടെയെങ്കിലും പേര് ചാരി രക്ഷപ്പെടുന്ന ശ്രമങ്ങളെന്നുള്ളതല്ലാതെ ഞാൻ ഇദ്ദേഹത്തിന് മറുപടി പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇത്ര വിവരദോഷം പറയുന്ന ഒരു വ്യക്തിക്ക് മറുപടി പറയാൻ വേറെ ജോലിയൊന്നുമില്ല. എനിക്ക് അതിനൊന്നും മറുപടി പറയാൻ നേരമില്ല. ഈ സഹകരണ ബാങ്കിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് സഹോദരനെതിരെ കൂടി ആക്ഷേപം ഉയർന്നു. എനിക്കെതിരെ എൻ്റെ അഫിഡവിറ്റ് അവിടെ ഉണ്ടല്ലോ. എനിക്കെതിരെ 4 സമരത്തിൽ പങ്കെടുത്തതിൻ്റെ കേസ് മാത്രമേ ഉള്ളൂ. എനിക്കെതിരെ ഒരു കേസുമില്ല, ഒരു ആരോപണമില്ല. ഉണ്ടെങ്കിൽ ഇവരല്ലേ 10 വർഷം കേന്ദ്രം ഭരിക്കുന്നത്, ഇവരല്ലേ ഇവിടെ 7.5 വർഷം ഭരിക്കുന്നത്. അവർ നടപടി എടുക്കട്ടെ, കേസെടുക്കട്ടെ, അന്വേഷിക്കട്ടെ. ഇല്ലാത്ത കള്ളക്കഥയും പറഞ്ഞ് കിടക്കുന്നത് എന്തിനാ? ഓ ചുമ്മാ നിങ്ങൾ വെറുതെ വർത്തമാനം പറയാം, നിങ്ങൾ വെറുതെ വർത്തമാനം പറയാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ സംശുദ്ധി പുലർത്തുന്ന ആളാണ്. എൻ്റെ പേരിൽ ഏതെങ്കിലും കേസുണ്ട്? നിങ്ങൾ 7.5 വർഷമായിട്ട് നിങ്ങളുടെ പാർട്ടിയല്ലേ ഭരിക്കുന്നത്, നിങ്ങളുടെ പാർട്ടി 7.5 വർഷം ഭരിക്കുന്നു. എൻ്റെ പേര് കേസുണ്ടോ? കേന്ദ്രം ഭരിക്കുന്ന 10 വർഷമായിട്ട് ഈ അനിൽ ആന്റണിയുടെ പാർട്ടി, എൻ്റെ പേര് കേസുണ്ടോ? പിന്നെ വെറുതെ പണിയുണ്ടോ?